നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കിട്ടുന്ന സന്തോഷം ഒരിക്കലും നമ്മുടെ പേരൻസിൻ്റെ കൂടെ കിട്ടത്തില്ല. പേരൻസിൻ്റെ കൂടെ കിട്ടുന്ന സന്തോഷമായിരിക്കത്തില്ല ഒരിക്കലും ഫ്രണ്ട്സിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കൂടെ കിട്ടുന്നത് സന്തോഷമായിരിക്കത്തില്ല ഒരു പാർട്ട്ണറിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പം ഇതിനെല്ലാത്തിനും ഡിഫറെൻറ്റ് വാല്യൂസും ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സന്തോഷവും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ കാലങ്ങളനുസരിച്ച് നമുക്ക് ജീവിച്ചില്ലെങ്കിൽ അതെല്ലാം പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഇതൊക്കെ എനിക്കത് കിട്ടിയില്ല എന്നാലോചിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. എനിക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ടൂറൊന്നും പോയിട്ടില്ല, സ്കൂളായാലും കോളേജായാലും ഒന്നും പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു നഷ്ടങ്ങളാണ് അന്ന് പോയത്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടാത്ത അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് തരാത്തൊരു സന്തോഷം നാളെ ഒരു കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തി കൊണ്ടുപോകും, അല്ലെങ്കിൽ ആ വ്യക്തി ഈ സന്തോഷങ്ങളൊക്കെ തരും എന്ന് പറയുന്നത് വളരെ ശുദ്ധ മണ്ടത്തരാണെന്നേ ഇപ്പം എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ആ ഓരോ സമയത്തുള്ള ലൈഫിലെ ആ ഒരു സന്തോഷം അനുഭവിച്ച് തന്നെ ജീവിക്കുക.